ജീവിതത്തിൽ നമുക്കൊരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഈ കുളി എവിടെ മുതൽ വന്നതാണ്? ആദം മുതൽ നടപ്പുള്ളതാ കുളിയെന്നറി, പഠിപ്പിച്ചതും മുറ പോലെ ജിബ്രീലെന്നറി. കുളിയും വളു ഒരുവൻ ഒഴിച്ചാൽ വേണ്ടതാ, കത്തിലെന്ന് തന്നെ കിഫായത്തിൽ വിധി വന്നതാ. കുളി എന്ന് പറയുന്ന സമ്പ്രദായം ഇന്നോ ഇന്നലെയോ വന്നതല്ല. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടം മുതൽ തന്നെ വന്നതാണ്. കുളി വാജിബായാൽ വാജിബില്ല വേഗമിൽ, ഇബ്നുൽ ഇമാദത്തെന്ന് കാണാൻ തുറമുദി. കുളിക്കേണ്ടതാണതിലില്ല പക്ഷം പിന്നെ, ചിലരിന്ന് മൂത്രവിസർജനം ചെയ്തിട്ട് കുളിക്കാൻ നടക്കുന്നുണ്ടവർ കൈവിട്ട്. ഇതിനിടയിലായി മൂത്രം പുരണ്ടാലെന്താ, കുളിക്കുന്നതോ ഞാനുടനെ എന്നാ ചിന്ത. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് കുളിക്കാം, നല്ലതുപോലെ കുളിച്ചുകൊണ്ട് കടന്നു വരാം. നമ്മുടെ നിസ്കാരത്തിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ശരീരം ശുദ്ധിയാക്കേണ്ടുന്നത്. നിസ്കരിക്കാൻ വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ശുദ്ധിയാക്കേണ്ടുന്നത്. അത് നമ്മൾ പഠിച്ചുകൊണ്ട് മനസ്സിലാക്കിയിട്ട് കടന്നു വന്നാൽ അൽഹംദുലില്ലാഹ്, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പാഠം നമുക്കുണ്ട്. ചില സമയങ്ങളിൽ കുളിക്കാൻ തന്നെ പാടില്ല. അത് വലിയ വലിയ രോഗങ്ങൾ വരാൻ അത് കാരണമാണ്. ചില സമയത്തുള്ള കുളികള് അത് വലിയ വലിയ രോഗങ്ങൾ വരാൻ തന്നെ അത് ഏറ്റവും വലിയ കാരണമാണ്. നമ്മളത് ചിന്തിക്കാറില്ല, നമ്മളത് പഠിക്കാറില്ല. കുളി വാജിബായാലോ നഖം മുറിക്കല്ലേ, അതുപോലെ തന്നൊരു രോമവും പൊഴിക്കല്ലേ. വരുമി പകൽ നാളയ ശുദ്ധിയാ നിലയിൽ തന്നെ, അതുകൊണ്ട് കുളി കഴിഞ്ഞിട്ടു മതിയത് പൊന്നേ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് കുളി വാജിബായാൽ അതിന് ഏത് മുഖേനയാണോ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടേതായിട്ടുള്ള ശാരീരിക പ്രകൃതം അനുസരിച്ചിട്ടുള്ള കുളിയാണെങ്കിൽ അങ്ങനെ, ഏത് രീതിയിലാണോ. എന്നാൽ നമ്മൾ ആ ഉള്ള സമയത്ത് നമ്മുടെ ഒരു മുടി എവിടെ നിന്ന് വലിച്ചു പിഴുവാൻ പാടില്ല. ചില ആളുകൾക്കൊരു സ്വഭാവമുണ്ട്, സഹോദരിമാരെ, അങ്ങനത്തെ ഒരു ടൈമാണോ നമ്മുടെ മുടിയിലൂടെ വിരലുകൾ കോർത്തിട്ട് വലിച്ചു പറിക്കരുത്. ചീവിയിട്ട് മുടി എവിടെ നിന്ന് വലിച്ചെടുക്കരുത്. ശരീരത്തിന്റെ ഒരു ഭാഗത്തുനിന്ന് ഒരു രോമവും നമ്മൾ വലിച്ചു പറിക്കാൻ പാടില്ല. ഇത് പറയുമ്പോ നിങ്ങൾ ചിന്തിക്കും ഇതെന്ത് വിഷയമാണെന്ന്. ഇത് പഠിക്കാനുള്ളതാണ്. മുസ്തഫ നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. നിബിധങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതാ. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്കതിനെ രക്ഷപ്പെടുത്താൻ കഴിയുകയുള്ളൂ, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. അതാണായാലും പെണ്ണായാലും കുളി നിർബന്ധമുള്ള സമയത്ത് നഖം കടിച്ചു മുറിച്ച് കളയരുത്. അതുപോലെ നമ്മുടെ മുടിയും എടുക്കരുത്. മുടി വെട്ടാനും പാടില്ല, മുടി മുറിക്കാനും പാടില്ല, നഖം വെട്ടാനും പാടില്ല. കാരണം എന്തെന്നറിയുമോ? നാളെ നിങ്ങൾ ഈ അശുദ്ധിയായിരുന്ന സമയത്ത് നിങ്ങൾ വെട്ടിയിരുന്ന നിങ്ങളുടെ മുടിയും നിങ്ങളുടെ നഖവുമല്ല, നാളെ അത് അശുദ്ധിയായി തന്നെ നാളെ അള്ളാഹുവിന്റെ മഹ്ശറയിൽ വരുന്നതാണ്. നമ്മൾ ചിന്തിക്കാതെ പോകുന്ന ചില കാര്യങ്ങളാണ്. നമ്മൾ ശ്രദ്ധിക്കൂല ചില കാര്യങ്ങൾ, നമ്മൾ ചിന്തിക്കൂല, നമ്മൾ ശ്രദ്ധിക്കൂല. അങ്ങനെയുള്ള ചില വഴിയിലൂടെ നമ്മൾ കടന്നു പോകും. ചില ആളുകൾ ശുദ്ധിയില്ലാത്ത സമയത്ത് അങ്ങനെ കടിച്ചു മുറിക്കും, അതിങ്ങനെ എറിയാറുണ്ട്. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ വരുന്നത്, പടച്ചവനെ അള്ളാഹുവേ
അവൻ അശുദ്ധിയായതുപോലെ അവന്റെ നഖവും അശുദ്ധിയായ നിലയിലാണ് വരുന്നത്. അത് മാത്രവുമല്ല, ഇനി നമ്മൾ പഠിച്ചോ, നീ നഗ്നനായി കുളിക്കൽ നിഷിദ്ധം തന്നെ, കുളിമുറിയിലായാൽ തന്നെയും തുണി സുന്ന. നീ നഗ്നനായി കുളിക്കൽ നിഷിദ്ധം തന്നെ, കുളിമുറിയിലായാൽ തന്നെയും തുണി സുന്ന. ആരും കാണാനില്ല, ആരും കടന്നു വരാനില്ല. നമ്മുടെ ടോയ്ലറ്റിന്റെ ഉള്ളിൽ, നമ്മുടെ ബാത്റൂമിന്റെ ഉള്ളിൽ നമ്മൾ തനിച്ചാണ്. അതുകൊണ്ട് വസ്ത്രമില്ലാതെ നഗ്നരായി കുളിക്കാമെന്നുള്ള ആ ഒരു ചിന്തയാണ് നമ്മുടെ മനസ്സിലുള്ളതെങ്കിലോ അല്ലാഹുവേ അത് പാടില്ല, അത് നിഷിദ്ധമാണെന്ന് പുണ്യ നബിയെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ആര് കാണാനാ? കഥ കടച്ചു കുറ്റിയിട്ടു, ഇനിയിപ്പോ നമ്മൾ മാത്രമേ ഉള്ളൂ. പക്ഷേ അത് അശുദ്ധമാണ്, അത് നിഷിദ്ധമാണ്. അവിടെ തുണി ഉപയോഗിക്കൽ അത് സുന്ന, അത് സുന്നത്താണ്, അത് സുന്നത്ത് തന്നെയാണ്. പിന്നെയോ ജനാബത്തൊരു ദിനം അഹ്മദ് ബിൻ ഹംബലിൽ ഉണ്ടായ നേരം ചെന്ന് കുളിക്കാൻ ദിജ്ലയിൽ, തുണിയിലൊടുത്തു കുളിക്കുവാൻ പണിയെന്താ, നബി മുസ്തഫ വഴി തള്ളിയാൽ ഗതിയെന്താ, ഉടുപ്പം ധരിച്ചു കുളിക്കുവാൻ ഇറങ്ങുന്ന ഉരിഞ്ഞെന്ന മാറ്റാനില്ലടോ കറങ്ങുന്ന, വിഷമിച്ചു താനിരുന്നിട്ടതാ മയങ്ങുന്ന, സൂര്യോദയത്താൽ ഖമീസുണങ്ങുന്ന. മഹാനായ ഇബ്നു ഹംബൽ, അല്ലാഹുവേ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന് ഒരു ദിവസം ജനാബത്തുണ്ടായി. അവിടുന്ന് കുളി നിർബന്ധമായി. അവിടുന്ന് കുളിക്കാൻ ദിജ്ലയിലേക്ക് പോവുകയാണ്. എന്താണ് ദിജ്ല എന്ന് പറഞ്ഞാൽ? ഒരു സമുദ്രത്തിന്റെ തീരത്തേക്കാണ് കടന്നു പോകുന്നത്. പക്ഷേ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന് അവിടുന്ന് കുളിക്കാൻ നേരം ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രം മാറ്റിവെച്ചിട്ട് മറ്റൊരു വസ്ത്രം ധരിക്കാനില്ല. അപ്പോഴാണ് ചിന്തിക്കുന്നത്, അല്ലാഹുവേ വസ്ത്രം ഉടുത്ത് കുളിക്കൽ അവിടെ നബി തങ്ങളുടെ സുന്നത്താണ്. അതുകൊണ്ട് പടച്ചവനെ, ഞാനെങ്ങാനും നഗ്നനായി നിന്നുകൊണ്ട് കുളിച്ചു പോയാൽ എന്നെ എന്റെ റസൂലുള്ള തള്ളിക്കളഞ്ഞാലോ? എങ്ങനെ? വസ്ത്രം ധരിച്ചു കുളിക്കൽ സുന്നത്താണ്. ഞാനെങ്ങാനും വസ്ത്രമില്ലാതെ കുളിച്ചാൽ എന്റെ ഹബീബെന്നെ തള്ളിക്കളയുമോ? എന്റെ ഹബീബെന്നെ ആട്ടുമോ? എന്റെ ഹബീബെന്നെ തള്ളിക്കളയുന്നൊരവസ്ഥ ഉണ്ടാകുമോ? സുബ്ഹാനല്ലാഹ്. അങ്ങനത്തെ ഒരവസ്ഥയിലൂടെ മഹാനുഭാവനിരിക്കുകയാണ്. പടച്ചവനെ മാറ്റിയിട്ട് കുളിക്കാനൊന്നുമില്ല. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ആ ധരിച്ചിരിക്കുന്ന അതേ വസ്ത്രമായി അവിടുന്ന് കുളിക്കാൻ നദിയിലേക്ക് ഇറങ്ങുകയാണ്. മരം കോച്ചുന്ന തണുപ്പാണ്, മാറ്റി ധരിക്കാനൊന്നുമില്ലല്ലോ. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അതേ നനഞ്ഞ വസ്ത്രത്തോടെ സമുദ്രത്തിന്റെ പുറത്തങ്ങ് കയറിയിരുന്നു, സൂര്യൻ ഉദിക്കുന്നത് വരെ. അങ്ങനെ സൂര്യൻ ഉദിച്ചു വന്നിട്ട് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ വസ്ത്രം അവിടുന്ന് മെല്ലെ ഉണങ്ങിയിട്ടാണ് മഹാനുഭാവൻ അവിടുന്ന് പോയത്. ആരും കാണാനില്ല, നദിക്കരയിൽ ഒരാളുമില്ല, എന്തുമാകാമെന്ന് ചിന്തിച്ചിട്ടില്ല. ഞാൻ അവിടുന്ന് റസൂലുള്ളാഹിന്റെ ഒരു സുന്നത്തിന് ഉപേക്ഷിച്ചാൽ എന്നെ എന്റെ ഹബീബ് തള്ളിക്കളയുമോ? നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവപരമായി ചിന്തിക്കേണ്ടുന്നൊരു വിഷയമാണ്. വളരെയേറെ ഗൗരവപരമായി ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. ഞാനെങ്ങാനും അങ്ങനെ നിസ്കരിച്ചു പോയാൽ എന്നെ എന്റെ ഹബീബ് അവിടുന്ന് തള്ളിക്കളയുമോ എന്നൊരു പേടിയാണ്. നമ്മളിൽ ആർക്കാണ് ആ ഒരു പേടിയുള്ളതില്ല. നമ്മളിൽ ആർക്കും അങ്ങനത്തെ ഒരു പേടിയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇന്നലെ വരെ നമ്മൾ അറിയാതെ അങ്ങനെ ചെയ്തു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അള്ളാന്റെ ഹബീബ് പോലും നമ്മളെ തള്ളിക്കളയുന്ന ഒരവസ്ഥ വന്നു പോകും. കാരണം ഹബീബിന്റെ ഒരു സുന്നത്താണ് നമ്മൾ അവിടെ തള്ളിക്കളയുന്നത്. അതുകൊണ്ട് നല്ലതുപോലെ സന്തോഷത്തോടെ കടന്നു വന്നോ.
സുബ്ഹാനല്ലാഹ്. കുളിക്കുന്ന സ്ഥാനത്തുള്ള മൂത്ര വിസർജനം പാടില്ല, വസ്വാസുള്ളതാ പ്രവർത്തനം. ശരിയല്ല രാത്രിയിൽ നഗ്നനായി കുളിക്കുന്നതും, അതിനാലെ ഭ്രാന്തു വരും ഹദീസിൽ വന്നതും. സുബ്ഹാനല്ലാഹ്, എത്രയോ അർത്ഥവത്തായ വാക്കാണ്. കുളിക്കുന്ന സ്ഥലത്ത് മലമൂത്ര വിസർജനം നടത്തരുത്. ഇന്നിപ്പോ ഒരു സ്ഥലത്ത് കുളിക്കുന്നതും മലമൂത്ര വിസർജനം ചെയ്യുന്ന ഒരൊറ്റ സ്ഥലത്ത്. അതുകൊണ്ടാണ് ചില ടോയ്ലറ്റുകൾ ചില വീടുകളിൽ അവിടെ നിന്ന് ടോയ്ലറ്റ് കെട്ടി അതിന്റെ അടിയിൽ അല്പം ഒന്ന് പൊക്കി കെട്ടാറുണ്ട്. എന്തിനാണ്? അവിടത്തേക്ക് മലമൂത്ര വിസർജനം പോകാതിരിക്കാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാതിരിക്കാനോ. അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞു പോകുന്നത് വരല്ലേ, കാരണം നിനക്കത് വസ്വാസ് ഉണ്ടാകാൻ കാരണമാണ്. കുളിക്കുന്ന സ്ഥലത്ത് തന്നെ മലമൂത്ര വിസർജനം ചെയ്ത് എന്തുണ്ടാവുക? ചില ആളുകൾക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് വസ്വാസ് കൂടും. വസ്വാസ് കൂടി കഴിഞ്ഞാൽ പിന്നെ എത്ര കുളിച്ചാലും മതി വരില്ല. ഒതുവെടുക്കാൻ വേണ്ടി പോയിന്ന ഒരു കൈ 10 വട്ടം കഴുകും, മുഖം 10 വട്ടം കഴുകും. നിസ്കരിക്കാൻ കയറിയുന്ന വീണ്ടും വസ്വാസ്. ആകപ്പാട് ഇജ്ജ തന്നെ. അതല്ലേ പണ്ടൊരു മൊയ്ലിയാര് ഒരു മഗ്‌രിബിന്റെ സമയത്ത് പള്ളിയിലേക്ക് വന്നു. ഇങ്ങനെ പള്ളിയിലേക്ക് വന്ന് മലപ്പുറക്കാരാ പള്ളിയിലേക്ക് വന്ന് ഇങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് ഒരാൾ അവിടെ നിസ്കരിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തെ പോയിന്ന് തോണ്ടി അവിടെ നിന്ന് കൈകെട്ടി. ഇമാമിക്കുന്ന ആൾ ഓതി അർ-റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക ഇയ്യാക. അപ്പൊ അവസാനം ഈ ബാക്കിന്ന് മൊയിലറിന് ഒറ്റ ചവിടിന് ഇജ്ജാക്കണ്ട, ഞാനായിക്കോളാം. അപ്പൊ അതുകൊണ്ട് വസ്വാസ് കൂടും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ മലമൂത്ര വിസർജനം ചെയ്യരുത്. കുളിക്കുന്ന സ്ഥലത്ത് അതിനു വേണ്ടി കെട്ടിയ സ്ഥലത്താണ് നമ്മൾ ചെയ്യേണ്ടുന്നത്. അത് മാത്രവുമല്ല, ശരിയല്ല രാത്രിയിൽ നഗ്നനായി കുളിക്കുന്നതും, അതിനാലെ ഭ്രാന്ത് വരും ഹദീസിൽ വന്നതും. പ്രിയമുള്ള സഹോദരങ്ങളെ, രാത്രിയാ ആരും നമ്മളെ കാണൂല. ഇത് പറയുമ്പോ നിങ്ങളൊരു മോശ വിഷയമായിട്ട് കണക്കാക്കരുത്. നമ്മൾ പലരും അറിയാതെ ചെയ്തു പോകുന്ന വിഷയമാണ്. അവിടെ നിന്ന് ചില ആളുകൾക്കുള്ളൊരു പ്രവണതയാ. എന്തിനേറെ ഒരു മനുഷ്യൻ ഇങ്ങനെ തലമുടിയൊക്കെ വലിച്ചിട്ടിട്ട് നടക്കുകയാണ്. കാരണം അവിടെ നിന്ന് ഭ്രാന്ത് പിടിച്ചിട്ട് വല്ലാത്ത അവശനാണ്. എന്റെ ഭാര്യ വന്നിട്ട് പറഞ്ഞു, ആരോട്? ആ നാട്ടിലുള്ള ആലിമായ മനുഷ്യനോട് പറഞ്ഞു, അല്ലയോ ഉസ്താദേ, എന്റെ ഭർത്താവ് തലയിലൂടെ മണ്ണുമാരിട്ട് അടക്കണേ. ഏതെങ്കിലും ഒരു ഭാര്യയുടെ മുമ്പില് അവരുടെ ഭർത്താവിനെ പറ്റി പറയാൻ, നിങ്ങളുടെ ഭർത്താവിന് ഭ്രാന്താണ് കേട്ടോ. കാരണം എന്താണ്? കാണുന്ന ചണ്ടിയും ചപ്പും ചവറും എല്ലാം ഭാര്യ തലയിടാൻ. അവിടെ പശുവിനർത്തു, പശുവിന്റെ ആ ഉള്ള ഒട്ടകത്തിന്റെ കുടൽമാലയൊക്കെ എടുത്ത് കടത്തിയിട്ട് ഇങ്ങനെ നടക്ക പാട്ടും പാടി. അത് പറഞ്ഞ ഏതൊരു ഭാര്യക്ക് സഹിക്കാൻ പറ്റുക? ആരോ കടന്നു വന്ന് പെണ്ണിനോട് പറഞ്ഞു, മോളെ, നിന്റെ ഭർത്താവ് അവിടെ നിന്ന് ഭ്രാന്തനെ പോലെ നടക്കുകയാണ്. കാരണം ഒട്ടകത്തിന്റെ ചാണകം വാരി കയ്യിൽ പിടിക്കുന്നുണ്ട്, അത് മുഖത്തേക്ക് തേക്കുന്നുണ്ട്. ല്ലോ ഒട്ടകത്തിന്റെ ചാണകാണ് വാരിട്ട് മുഖത്തേക്കണ്. ഇത് കണ്ടിട്ട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, അല്ലയോ പെണ്ണേ, നിന്റെ ഭർത്താവ് നല്ലവനായിരുന്നല്ലോ, നിസ്കരിക്കുന്നവനായിരുന്നല്ലോ, നന്മകൾ ചെയ്യുന്നവനായിരുന്നല്ലോ. പക്ഷെ അവനിക്ക് ഭ്രാന്ത് പിടിക്കാനുള്ള കാരണം എന്താണ്? അവിടെ നിന്ന് പറഞ്ഞു പോവുകയാണ്, എന്താന്ന് എനിക്കറിയില്ല. അങ്ങനെ വൈകുന്നേരം വീട്ടിൽ വന്നപ്പോ തല മുഴുവനും ചാണകമാണ്. ഭർത്താവ് വീട്ടിലേക്ക് ഒന്ന് ഭാര്യ നോക്കുമ്പോ പടച്ചോനെ ആളുകൾ പറഞ്ഞ ശരിയാണ്. ശരീരം മുഴുവനും ചീഞ്ഞളിഞ്ഞ മണം, വല്ലാത്തൊരു ദുർഗന്ധം, മണല്ല നാറ്റം, വല്ലാത്തൊരു സ്മെല്ല് ഇറങ്ങിക്ക് മനുഷ്യ പുറത്തെന്ന് പറഞ്ഞു. ഞാൻ നിന്റെ ഭർത്താവാൻ. ഭ്രാന്ത് വന്ന പിന്നെ എന്താ പറയുന്നറിയില്ല. പണ്ടൊരാള് പിന്നെ ഭ്രാന്തന്മാരെ ഇട്ടേക്കുന്ന സെല്ലിലേക്ക് ഒരറിയപ്പെട്ട ഒരു മന്ത്രി എവിടേക്കാ പോയത്? ഈ ഭ്രാന്തന്മാരെ കെട്ടിയിട്ടേക്കുന്ന സെല്ലിലേക്ക് മാത്രം പോയി. എന്നിട്ട് മൂപ്പര് ഭ്രാന്തന്മാരെ, കുറച്ച് ഭ്രാന്ത് കുറവുള്ള ആൾക്കാരുടെ പറഞ്ഞ്, ഞാൻ ഇവിടുത്തെ മന്ത്രിയാണ്. അപ്പൊ ഈ നിൽക്കുന്ന സെല്ലി നിൽക്കുന്ന ഈ വട്ടുപിടിച്ച ആളുകൾ പറയാൻ, ഞങ്ങൾ അങ്ങനെ കുറെ പറഞ്ഞുകൊണ്ട് നടന്നുകൊണ്ടാ ഞങ്ങൾ അവിടെ കൊണ്ടുവന്നിട്ടേക്കണേ. മനസ്സിലായില്ല?
ഇവർക്ക് വട്ടായപ്പോ ഞാൻ ഇവിടുത്തെ മന്ത്രി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ ഫുള്ള് അവരെ പിടിച്ചോണ്ട് സെല്ലില്. അതുപോലെ ആവും മനുഷ്യന്മാര്. അതുകൊണ്ട് അവിടെ നിന്ന് എങ്ങനെയാ ഇത് വരുന്ന എന്നറിയില്ലല്ലോ. പടച്ചറബേ, പെണ്ണിന് സങ്കടമായി, പെണ്ണിന് ദുഃഖമായി. അവിടെ നിന്ന് പെണ്ണവിടെ നിന്ന് കരഞ്ഞിട്ട് ദുആ ചെയ്തു, അല്ലാഹുവേ എന്റെ ഭർത്താവിന് ഇതുപോലത്തെ ഒരു ഭ്രാന്ത് വരാനുണ്ടായ കാരണം നീ എനിക്ക് കാണിച്ചു തരണേ അല്ലാ, നീ എനിക്ക് കാണിച്ചു തരണേ അല്ലാ, നീ എനിക്ക് കാണിച്ചു തരണേ അല്ലാ. പടച്ചോനെ, അല്ലാഹുവേ എന്താണ് എന്റെ ഭർത്താവിന് ഇങ്ങനെ ഭ്രാന്ത് വരാൻ കാരണം? അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോ ഈ പെണ്ണൊരു സ്വപ്നം കണ്ടു. എന്താണ് സ്വപ്നം കണ്ട എന്നറിയോ? രാത്രിയല്ലേ, ആരുമില്ലെന്ന് പറഞ്ഞിട്ട് തന്റെ ഭർത്താവ് ഭ്രാന്തനാ, അവിടെ തന്റെ ഭർത്താവ് നഗ്നനായി കുളിക്കുന്ന സ്വപ്നമാണ്. നേരം വെളുത്തപാടെ തന്റെ ഭർത്താവിന് ഭ്രാന്തരൽപ്പം മാറിയപ്പോ ചോദിച്ചു, അല്ല നിങ്ങൾക്ക് ഈ ഒരു സ്വഭാവമുണ്ടോ? ഈ ഒരു സ്വഭാവം നിങ്ങൾ മാറ്റണം. ഈ പെണ്ണാലിമായ മനുഷ്യനോട് ചെന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഞാൻ എന്റെ ഭർത്താവിന് സ്വപ്നം കണ്ടത് അവിടെ നഗ്നനായ നിലയിൽ കുളിക്കുന്നവനായിട്ടാണ്. ഉടൻ തന്നെ പറഞ്ഞു, വല്ലാ അതുകൊണ്ടാണ് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ഭ്രാന്ത് വരാനുള്ള കാരണം. അത് ഒഴിവാക്കാൻ നിന്റെ ഭർത്താവിനോട് പറഞ്ഞോ. അങ്ങനെ ചെന്നിട്ട് ഭർത്താവിനോട് പറയുകയാണ്, അല്ലാഹുവേ അല്ലാഹുവേ, ചെന്നുകൊണ്ട് പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയുകയാണ്. അങ്ങനെ പറയുമ്പോ തന്റെ ഭർത്താവ് സമ്മതിച്ചു, ശരി ഇനി എങ്ങനെ ചെയ്യൂല. അതിൽ പിന്നെ തന്റെ ഭർത്താവിന് ഭ്രാന്ത് ഉണ്ടായിട്ടില്ല. കണ്ടങ്ങള്, ഇത് സംഭവം നിസ്സാര വിഷയമല്ല. അതിനെ ആണെന്നല്ല, ആണായാലും പെണ്ണായാലും ശരിയാണ്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. പാടില്ല, ശരിയല്ല രാത്രിയിൽ നഗ്നനായി കുളിക്കുന്നതും, അതിനാലെ ഭ്രാന്ത് വരാം ഹദീസിൽ വന്നതും. എന്റെയോ ശിഹാബ് ഉസ്താദിന്റെയും വാക്കല്ല, ഒരിക്കലും കളവ് പറയാത്ത ലോകത്തിന്റെ രാജകുമാര നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അവിടെ നിന്ന് പറഞ്ഞത്, ബിസ്മില്ല ചൊല്ലിക്കുളി തുടങ്ങല് സുന്നാ, ഖിബിലയ്ക്ക് മുന്നിടലും നൊഴിക്കരുതെന്നാ. കുളിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയം നമുക്ക് തോന്നും പോലെ നിൽക്കരുത്. ഖിബിലക്ക് മുന്നേ നമ്മൾ നിൽക്കണം. നിസ്കരിക്കാൻ നിൽക്കുന്നത് പോലെ ഖിബിലക്ക് തിരിഞ്ഞ് നമ്മൾ നിൽക്കാറുണ്ടല്ലോ, അതേപോലെ നമ്മൾ നിൽക്കലാണ്. ബിസ്മി ചൊല്ലലും സുന്നത്താണ്, ഖിബിലക്ക് മുന്നിടലും സുന്നത്താണ്. ഖിബിലക്ക് രീതിയിൽ കേടുന്നതാ നിന്നിലെ, സൂക്ഷിക്കണേ ഇതു നല്ല നിധിയാ പൊന്നേ. അതുകൊണ്ട് നിങ്ങൾ കുളിക്കുമ്പോൾ നല്ലതുപോലെ സന്തോഷത്തോടെ ഖിബിലക്ക് മുന്നിട്ട് കൊണ്ടാണ് അവിടെ നിന്ന് കുളിക്കേണ്ടുന്നത്. നീ കുളിക്കും മുമ്പായി മൂത്രവും ഒഴിക്കേണ്ടതാ, അവശിഷ്ടമുള്ളത് പോകുവാനുതകുന്നതാ. ഒഴിക്കേണ്ടതാ സംസാരവും തോർത്തുന്നതും, ആവശ്യമായാൽ ദോഷമില്ല ഇതുമിതും. അവിടെ എന്താ ചെയ്യേണ്ടെന്ന്? കുളിക്കാൻ പോകുന്നവൻ വലിയ ശുദ്ധിയുള്ളവനായാലും എങ്ങനെ ഉള്ളവനായാലും കുളിക്കുന്നതിന് മുമ്പൊന്ന് മൂത്രമൊഴിക്കണം. നിങ്ങൾ കളിയാക്കാൻ വേണ്ടി പറയല്ല, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില വിഷയമാണ്. നമ്മളൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്ന ചില വിഷയമാണ്. കുളിക്കുന്നതിന് മുമ്പ് മലമൂത്ര വിസർജനിച്ച് മൂത്രമൊഴിക്കണം. എന്തിനാ? അവശിഷ്ടങ്ങൾ, അശുദ്ധമായ പകൽ, അവയെല്ലാം പുറത്തു പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കുളിച്ചുകൊണ്ട് കടന്നു വരണം. അങ്ങനെ നല്ലതുപോലെ കടന്നു വന്നാൽ അൽഹംദുലില്ലാഹ് അതെത്രയോ മെച്ചമായതാണ്. അപ്പൊ ഒന്നാമത് എന്ത് ചെയ്യണം? മലമൂത്ര വിസർജനം ചെയ്യണം. അവിടുന്ന് ഖിബിലയ്ക്ക് മുന്നേ നിൽക്കണം. ബിസ്മി ചൊല്ലിയിട്ട് ആരംഭിക്കണം. പിന്നെയോ തലയിൽ ഒഴിച്ചാൽ പിന്നെ നീ വലം തോളിലെ ഒഴിക്കേണ്ടതും പിന്നീടിടത്തെ തോളിലെ. ആദ്യം കുളിക്കാവൊരുങ്ങുന്ന ആള് അവന്റെ തലയിലേക്ക് അവൻ വെള്ളമൊഴിക്കണം. തലയിലേക്ക് വെള്ളമൊഴിച്ചാൽ പിന്നീട് അവന്റെ വലത് ഭാഗത്ത് വെള്ളമൊഴിക്കണം. വലത്തെ ഭാഗത്ത് വെള്ളമൊഴിച്ചാൽ പിന്നീട് അവന്റെ ഇടത്തെ ഭാഗത്തും വെള്ളമൊഴിക്കണം. അല്ലാഹുവേ, ഇവ മുഴുവനും ആവർത്തനം മുന്നാക്കലും. തലയിൽ വെള്ളമൊഴിക്കുമ്പോ 3 പ്രാവശ്യം.
വലത്തെ ഭാഗത്ത് വെള്ളമൊഴിക്കുമ്പോഴും 3 പ്രാവശ്യം, ഇടത് ഭാഗത്തേക്ക് വെള്ളമൊഴിക്കുമ്പോഴും 3 പ്രാവശ്യം. ഇങ്ങനെ ആവർത്തിച്ച് ചെയ്യണം. ഇതൊക്കെ ഒരു മനുഷ്യന്റെ കുളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടന്നു പോകുന്നതാണ്. അല്ലാഹുവേ, നമ്മളിത് വേണമെന്ന് പറഞ്ഞിട്ട് പഠിച്ചാൽ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിനും അത് മാറ്റമാണ്, അത് വളരെ സന്തോഷമാണ്, അത് വളരെ ആനന്ദമാണ്. അതുകൊണ്ടാണ് ഇതെല്ലാം പഠിപ്പിക്കുന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഇതെല്ലാം മുത്ത് നബിയുടെ വാക്കാണ്. പക്ഷെ നമ്മളിത് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമ്പോഴാണ് നമുക്കെല്ലാവർക്കും അബദ്ധങ്ങൾ പറ്റുന്നത്. അതുകൊണ്ട് നന്മ ചെയ്യാം. ഇതൊക്കെ എന്തിനാ ഉസ്താദ്? ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. ഞാനും നിങ്ങളും. അതബുള്ള കുളിയാണോ? നീ എവിടെ നിന്ന് കുളിക്കാൻ വേണ്ടി പോകുന്ന സമയമുണ്ടല്ലോ, അവിടെ നിന്റെ കുളിക്കുന്ന സ്ഥലത്തേക്കും മറയിലേക്ക് നീ അങ്ങ് കയറിയാൽ പിന്നെ മിണ്ടല്ലേ, പിന്നെ സംസാരിക്കല്ലേ. ചില ആളുകൾക്ക് ബാത്റൂമിൽ ഇന്നാലേ വർത്താനം വരുള്ളൂ. ബാത്റൂമിൽ നിന്നിട്ട് അടാ ഞാൻ ഇപ്പൊ വരാൻ, ചോറെടുത്ത് എന്നൊക്കെ പറയും. അല്ലേ? ഭയങ്കര സംസാരം. സഹോദരങ്ങളെ, നമ്മൾ ഒഴിവാക്കേണ്ടുന്നതാണ്. നമ്മളിത് പഠിക്കണം പ്രിയപ്പെട്ട മുഅ്മിനെ. നമ്മൾ ഒരുപാട് ചരിത്രങ്ങൾ കേട്ടുപോയി, ഒരുപാട് കഥകൾ കേട്ടുപോയി. നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ചില കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് പഠിച്ചുകൊണ്ട് വരണം. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ വഹബീബിനാ വമൗലാനാ വമുസ്തഫാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടലിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്, അർഹമായ പ്രതിഫലം തരണേ അല്ലാഹ്. അല്ലാഹുവേ, രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. പടച്ചോനെ, ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളെയും നീ മാറ്റണേ അല്ലാഹ്. കടങ്ങളുള്ളവരുടെ കടങ്ങളെ വീടാനുള്ള ഹലാലായ വഴികൾ നീ ഞങ്ങൾക്ക് തുറന്നു നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ നൊമ്പരങ്ങളെയും നീ മാറ്റണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ നീ നല്ല മക്കളാക്കണേ അല്ലാഹ്, ആലിമീങ്ങളാക്കണേ അല്ലാഹ്, ഹാഫിളീങ്ങളാക്കണേ അല്ലാഹ്. പടച്ചവനെ, നിന്റെ സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ സാക്ഷാത്കാരത്തിന്റെ വഴികളിലൂടെ കടന്നു പോന്ന ഞങ്ങളുടെ മക്കളാക്കി മാറ്റണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ച റബ്ബേ, അപകടങ്ങളിൽ പെടുത്തല്ല അല്ലാഹ്. ശരീരങ്ങൾ കീറി മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, സങ്കടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്, ദുഃഖങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഈമാനിന്റെ മാധുര്യം തരണേ അല്ലാഹ്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് സ്വർഗം തരണേ അല്ലാഹ്, സന്തോഷം തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളാരെയും കടക്കാരാക്കി മരിപ്പിക്കല്ല അല്ലാഹ്. കാല് വേദനിക്കുന്നവരുണ്ട്, ശരീരം വേദനിക്കുന്നവരുണ്ട്, സങ്കടപ്പെടുന്നവരുണ്ട്, ദുഃഖിക്കുന്നവരുണ്ട് റബ്ബേ. അല്ലാഹുവേ, എല്ലാവരുടെ മനസ്സിന്റെ വേവലാദികളും നീ മാറ്റണേ അല്ലാഹ്, നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ക്യാൻസർ എന്ന് പറയുന്ന മഹാമാരിയെ തൊട്ട് കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്കോ ഞങ്ങളുടെ പൊന്നുമക്കൾക്കോ ഞങ്ങളുടെ സഹോദരങ്ങൾക്കോ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ അങ്ങനത്തെ ഒരു രോഗം തന്ന് പരീക്ഷിക്കല്ല അല്ലാഹ്. അത് താങ്ങാനുള്ള മനക്കരുത്ത് ഞങ്ങൾക്കില്ലല്ലോ റബ്ബേ, അത് താങ്ങാനുള്ള മനക്കരുത്ത് ഞങ്ങൾക്കില്ലല്ലോ റബ്ബേ, അത് താങ്ങാനുള്ള മനക്കരുത്ത് ഞങ്ങൾക്കില്ലല്ലോ റബ്ബേ. അല്ലാഹുവേ, നിന്റെ സ്വർഗം ഞങ്ങൾക്ക് ഓശാരമായി തരണേ അല്ലാഹ്, ഖൈറായി തരണേ അല്ലാഹ്, സന്തോഷമായി തരണേ റബ്ബേ. ഞങ്ങളുടെ ദുആയ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഖബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ برحمتك يا أرحم الراحمين.